ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫോക്കസ് ഓൺ ജീസസിലുള്ള എല്ലാ മെമ്പർഷിപ്പ്മാർക്കും ആത്മീയനായിരിക്കുന്ന അനീഷ് പാസ്റ്റർ കുടുംബത്തിനും മറ്റ് ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ 15:57 വാക്യം നാം കാണാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടെ എനിക്കും നിങ്ങൾക്കും ഒരു പൂർണ്ണ ജയം നൽകുന്ന, എന്നോട് പറഞ്ഞ പൂർണ്ണ വിടുതൽ നൽകി തരുന്ന, പൂർണ്ണ സൗഖ്യം തരുന്ന ദൈവത്തിന് ഞാനും നിങ്ങളും എപ്പോഴും സ്തോത്രം ചെയ്യുവാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷേ കൊരിന്ത്യ പട്ടണത്തിനകത്ത് ആ കൊരിന്ത്യ ദേശത്ത് ഒരു സഭ വളരത്തല്ലെന്ന് ദുഷ്ടനായ പിശാച് വാദിക്കുമ്പോൾ, അവിടുത്തെ സാഹചര്യങ്ങൾ പറയുമ്പോൾ, ഇവിടെ ഒരു ദൈവപ്രവൃത്തിയില്ല എന്ന് പറയുമ്പോൾ, പൗലോസിനോട് ദൈവം പറഞ്ഞു, പൗലോസേ, നീ അതേനെ വിട്ട് കൊരിന്ത്യയിൽ വന്നെങ്കിൽ ഈ കൊരിന്ത്യ പട്ടണത്തിൽ നിന്നിൽ കൂടെ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദൈവമേ, ഇന്ന് പകൽക്കാലം നീ അതേനെ വിട്ടെങ്കിൽ നിയോഗത്തോട്, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരണം, ദൈവത്തിൻ്റെ നിയോഗത്തിനനുസരണം നീ അതേനെ വിട്ട് കൊരിന്ത്യ പട്ടണത്തിനകത്താണോ പൗലോസ് കടന്നു വന്നതുപോലെ ഈ പകൽക്കാലം എൻ്റെയും നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയോഗത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്തവണ്ണം, ഹല്ലേലൂയ, നിന്നെ ദൈവം ആഗ്രഹിക്കുന്ന പട്ടണത്തിനകത്തളത്തിൽ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പട്ടണത്തിനകത്ത് ഇതുവരെ നീ ചെയ്യാത്ത ശുശ്രൂഷകൾ, ഇതുവരെ നിന്നിൽ കൂടെ വെളിപ്പെടാതെ കിടക്കുന്ന ദൈവിക പദ്ധതികൾ എൻ്റെ ദൈവം നിന്നിൽ കൂടെ, അതേ സഹോദര സൂര്യമാതാവേ, എന്നെ കേൾക്കുന്ന ദൈവഭൃത്യനെ, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം നിന്നെ കൊണ്ടുവന്ന പട്ടണത്തിനകത്ത് നിന്നിൽ കൂടെ വലിയൊരു ശുശ്രൂഷ, വലിയൊരു മിനിസ്ട്രി ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിയോഗത്തോടെ കൊരിന്ത്യ പട്ടണത്തിനകത്ത് പൗലോസ് നിൽക്കുമ്പോൾ ദൈവം പൗലോസിന് പറയുക, ഈ പട്ടണത്തിൽ വളരെ ജനമുണ്ടെന്നും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ഈ പട്ടണത്തിനകത്ത് വളരെ ജനമുണ്ട്. സ്തോത്രം. ഇന്ന് നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത്, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗത്തോട് ദൈവം അയച്ച പട്ടണത്തിനകത്ത്, ഒരു പക്ഷേ ഈ പട്ടണത്തിനകത്ത് നിന്നും കൊരിന്ത്യ സഭ ഉടലെടുക്കത്തെന്ന് പിശാച് വാദിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവം അയച്ചവൻ്റെ മേൽ നിയോഗമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, കൊരിന്ത്യക്കകത്ത് നിന്ന് ഒരു സഭ പുറത്തു വന്നതെങ്കിൽ നിന്നിൽ കൂടെ, ഹല്ലേലൂയ, ഒരു സഭ പുറത്തു വരാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത് ശൂന്യതയായിരിക്കാം, പട്ടണത്തിനകത്ത് ഉണർവുണ്ടെന്നിരിക്കാം, ആ പട്ടണത്തിനകത്തേക്ക് നീ കടന്നു വന്നിട്ടും ഒരു ദൈവപ്രവൃത്തി കണ്ടില്ലെന്ന് വരാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ പകൽ ഉറപ്പ് കൈമാറുകയാണ്. നീ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നീ ഉറപ്പോട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ധൈര്യത്തോട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ധൈര്യത്തോട് നീ പ്രസംഗിക്കാൻ തയ്യാറാണെങ്കിൽ, ധൈര്യത്തോട് ദൈവവചന ശക്തിയോട് ഹല്ലേലൂയ വിളിച്ചു പറയാൻ തയ്യാറാണെങ്കിൽ, നിന്നെ അയച്ച പട്ടണത്തിൽ നിന്ന് ഹല്ലേലൂയ ചില കുടുംബങ്ങളെ ദൈവം നിന്റെ കയ്യിൽ ഫലമേൽപ്പിച്ചു തരുവാൻ പോകുകയെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് വെളിപ്പാട് കൈമാറുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ ജയം കൽപ്പിക്കുന്നു. എവിടെയോ കൊരിന്ത്യ പട്ടണത്തിനകത്ത് സഭ പുറത്തു വരത്തില്ലെന്ന് പിശാച് വിളിച്ചു പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പൗലോസേ, നിന്നെ കൊരിന്ത്യ പട്ടണത്തിനകത്ത് കൊണ്ടുവന്നെങ്കിൽ പട്ടണത്തിൻ്റെ അവസ്ഥയെ നീ നോക്കണ്ട, പട്ടണത്തിൻ്റെ സാഹചര്യങ്ങളെ നീ നോക്കണ്ട, അവിടുത്തെ വെല്ലുവിളികളെ നോക്കണ്ട, അവിടെ ഉയർന്ന പ്രശ്നങ്ങളെ നീ നോക്കണ്ട. ദൈവമാണ് നീ അയച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പട്ടണത്തിനകത്ത് നിന്ന് ഹല്ലേലൂയ ഒരാണ്ടും 6 മാസം കഴിയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ചില കുടുംബങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. യേശുവിൻ്റെ രക്തം ജയമെടുക്കുന്നു. അതുകൊണ്ട് പൗലോസിനോട് പറഞ്ഞ, പൗലോസേ, നീ ധൈര്യത്തോട് പ്രസംഗിക്കുക. ആമേൻ, ഹല്ലേലൂയ. നീ ധൈര്യത്തോട് പ്രസംഗിച്ചാൽ ഈ പട്ടണത്തിനകത്ത് ഹല്ലേലൂയ ദൈവം ചില കുടുംബങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. കൊരിന്ത്യ പട്ടണത്തിനകത്ത് ഒരു സഭ വളരത്തില്ലെന്ന് പറഞ്ഞ് പിശാച് ബാധിച്ച ചില പദ്ധതികളെ ദൈവം പൊളിച്ചു മാറ്റിയെങ്കിൽ നിന്നെ നട്ടിരിക്കുന്നിടത്ത്, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന പട്ടണത്തിനകത്ത്, ആക്കി വെച്ചിരിക്കുന്ന ദേശത്തിൻ്റെ നടുവിൽ നിന്നിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി ഇല്ലെന്ന് പറഞ്ഞാലും ഇന്ന് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിൽ എൻ്റെ കർത്താവ് പറയുന്നു, നിന്നെ നട്ടവന് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ദൈവം നിന്നിൽ കൂടെ വലിയൊരു മിനിസ്ട്രി, വലിയൊരു കൊയ്ത്ത് ഈ ദിവസങ്ങളിൽ നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നീ അനുഭവിക്കുവാൻ പോവുകയാണ്. വിശ്വവിന്റെ രക്തം ചെയ്തെടുക്കുന്നു. യഹൂദേ, നിന്റെ സ്ഥിതി മാറുമ്പോൾ നിനക്കൊരു കൊയ്ത്തുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പകൽക്കാലം ദൈവസഭയുടെ സ്ഥിതികളെ മാറ്റിമറിക്കാൻ പോവുക. നിന്റെ ശുശ്രൂഷ സ്ഥിതിയെ നീ മാറ്റാൻ പോവുക. നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയെ നീ മാറ്റാൻ പോവുക. നിന്റെ തലമുറയുടെ അവസ്ഥയെ നീ മാറ്റാൻ പോവുക. ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്ന ദൈവത്തിന് ജനമേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുവരെ കാണാത്തൊരു കൊയ്ത്ത് നിന്നിൽ കൂടെ വെളിപ്പെടാൻ പോവുക. ഇതുവരെ നിന്നിൽ കൂടെ വെളിപ്പെടാതെ ചില കൊയ്ത്തുകൾ, ശുശ്രൂഷത്തിലെ കൊയ്ത്തുകൾ വെളിപ്പെടാൻ പോവുക. നിന്റെ മിനിസ്ട്രി ചില കൊയ്ത്തുകൾ പുറത്തു വരാൻ പോവുക. നിന്റെ കുടുംബത്തിനകത്ത് ചില കൊയ്ത്തിൻ്റെ അനുഭവങ്ങൾ സ്വർഗം അത് വെളിപ്പെടുത്തി ചില നാഴികയുള്ളത് ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുക. കൊരിന്ത്യ പട്ടണത്തിനകത്ത് നിന്ന് ഒരു സഭ പുറത്തു വന്നെങ്കിൽ നിന്റെ ദേശത്ത് നിന്ന്, ആ പട്ടണത്തിനകത്ത് നിന്ന് ദൈവം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സഭ ഉടലെടുത്ത് പുറത്തു വരാൻ പോവുകയാണ്. ഇവിടെ പറയുന്നു, യേശു ക്രിസ്തുവിൽ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എവിടെ നിന്റെ ശുശ്രൂഷ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞോ, എവിടെ നിന്റെ മിനിസ്ട്രി പരാജയമെന്ന് പറഞ്ഞോ, അവിടെ നിന്റെ ശുശ്രൂഷയെ വലിയൊരു ജയകരമാക്കി നീ മാറ്റാൻ പോകുക. നിന്റെ മിനിസ്ട്രിയെ വലിയൊരു ജയകരമാക്കി നീ മാറ്റാൻ പോകുക. എന്ന് പറഞ്ഞാൽ നിന്റെ തലമുറ പരാജയമെന്ന് പറയുമ്പോൾ അവൻ്റെ ഭാവി പരാജയപ്പെട്ടു. നിന്റെ നിന്റെ കുടുംബജീവിതം പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ നിന്റെ ബിസിനസ് പരാജയമാണെന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നത് മുഴുവനും നിന്റെ ജീവിതം എല്ലാം പരാജയമാണെന്ന് പറഞ്ഞ് വിധി പറഞ്ഞ ചില വിധി എഴുത്തിനെ ഇന്ന് സ്വർഗം പൊട്ടിച്ചു കളഞ്ഞിട്ട് പരിശുദ്ധ പറയുന്നു, നിന്റെ യേശു ക്രിസ്തു മുഖാന്തരം നിനക്കൊരു ജയമുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ഒരു വലിയൊരു ജയം സ്വർഗം കൈമാറാൻ പോകുക. നിന്റെ ശുശ്രൂഷ വലിയൊരു ജയത്തെ സ്വർഗം കൈമാറാൻ പോകുക. നിന്റെ മിനിസ്ട്രി വലിയൊരു ജയത്തെ ഈ പകൽ സ്വർഗം കൈമാറി തരികയ. യേശുവിൻ്റെ രക്തം ജയമെടുക്കുന്നു. അരാമിയ സൈന്യം എലീശയെ പിടിച്ചു കെട്ടുക കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെട്ടുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ പിടിച്ചു കെട്ടുക, നിന്റെ ശുശ്രൂഷ പിടിച്ചു കെട്ടുക, നിന്റെ കുടുംബത്തെ പിടിച്ചു കെട്ടുക, തലമുറ ഭാവിയെ പിടിച്ചു കെട്ടുക, നിന്റെ അവകാശത്തെ പിടിച്ചു കെട്ടുക. ഏതൊക്കെ പൈശാചിക ശക്തികൾ ഇന്ന് പകൽക്കാലം നിനക്ക് എഴുന്നേറ്റ് വന്നാൽ, ഏതൊക്കെ പട എഴുന്നേറ്റ് വന്നാൽ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവൃത്തിനെ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത് ദൈവസാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എവിടെയോ നിന്റെ പരാജയത്തെ കാണുന്ന, പരാജയത്തെ തുറിച്ചു നോക്കുന്ന ചില വ്യക്തിയുടെ നടുവിൽ
ചെയ്യുന്ന എൻ്റെ ദൈവത്തിൻ്റെ ആത്മ പ്രവചിച്ച് പറയുന്നു. അരാമ്യ പടയുടെ മേൽ വലിയൊരു ജയം നൽകിയതുപോലെ ശത്രുവിൻ്റെ നടുവിൽ തന്നെ കുഞ്ഞെ, ദൈവഭക്തിനെ, ദൈവത്തിൻ്റെ ജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര മാതാവേ, നിനക്കൊരു വലിയൊരു ജയം, ഒരു മഹാവിജയം നൽകി നിന്റെ ജീവിതത്തെ സ്വർഗം ആദരിക്കുമെന്ന് യേശുവിന്റെ രക്തം ജയമെടുക്കും. നിനക്കൊരു ജയമുണ്ട്. യഹോവ അവൻ ജയത്തിന് കൊടിയാണ്. ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് ജയത്തിന് കൊടി ഉയരാൻ പോകുക. നിന്റെ ശുശ്രൂഷ ജയത്തിന് കൊടി ഉയരാൻ പോകുക. നിന്റെ മിനിസ്ട്രി ചില ജയത്തിന് കൊടിയതെ ഉയർത്താൻ പോകുന്നു. അതേ നിന്റെ തലമുറ ഭാവിച്ചിട്ട് ജയത്തിന് കൊടി ഉയരാൻ പോകുക. യേശുവിൻ നാമത്തിൽ എവിടെയോ പരാജയം എന്ന് പറഞ്ഞോ, ക്രിസ്തു യേശുവിന്റെ പൂർണ്ണ ജയം ഇന്ന് പകൽക്കാലം നീ പ്രാപിച്ചെടുക്കുകയാണ്. ആമേ. അതുകൊണ്ട് വചനം പറയുക, റോമാലേഖനം 8:37 പറയുന്നു, നമ്മെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് പൂർണ്ണ ജയമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ പുലർത്തുന്ന, നിന്നെ വഴി നടത്തുന്ന ആ കർത്താവ് മുഖാന്തരം കുഞ്ഞെ നിനക്കൊരു പൂർണ്ണ ജയമുണ്ടെന്ന്. ഓ യേശുവിൻ നാമത്തിൽ രോഗശക്തിയിൽ നിനക്ക് പൂർണ്ണ ജയമുണ്ട്. കടഭാരത്തിൽ നിനക്ക് പൂർണ്ണ ജയമുണ്ട്. നിന്നെ ഞെരുക്കുന്ന മണ്ഡലത്തിൽ നിനക്കൊരു പൂർണ്ണ ജയമുണ്ട്. ഇന്ന് പകൽ നീ പരാജയപ്പെടുന്നവനായിട്ട് മാറത്തില്ല. തളർന്നു പോകുന്നവനായിട്ട് മാറുകയല്ല. നിരാശപ്പെട്ടു പോകുന്നവനായിട്ട് മാറുകയല്ല. യേശു ക്രിസ്തു മുഖാന്തരം നിന്റെ നിരാശയെ മാറ്റാൻ പോകുക. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ നീ മറികടന്ന് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള പൂർണ്ണ ജയം, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ പ്രാപിച്ച് ക്രിസ്തു യേശുവിൽ ദൈവം നിന്നെ ജയോത്സവമായി വഴി നടത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരാ, മാതാവേ, യേശു ക്രിസ്തു മുഖാന്തരം നിനക്കൊരു പൂർണ്ണ ജയമുണ്ട്. കർത്താവ് മുഖാന്തരം നിനക്കൊരു പൂർണ്ണ വിടുതലുണ്ട്. കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് സ്റ്റെപ്പ് വെക്ക്. കർത്താവ് നിന്നെ ജയോത്സവം വഴി നടത്തി ശത്രുവിന്റെ നടുവിലും നമ്മുടെ ജീവിതത്തെ തലയുയർത്തി മാനിച്ച് അഭിഷേകം ചെയ്ത് സകല പ്രശ്നത്തിനെ ഇത് പൂർണ്ണ ജയം നൽകി, പൂർണ്ണ വിടുതൽ നൽകി കർത്താവിനെ മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം